മുകളിലേക്ക് കല്ലുകൾ ഉരുട്ടിക്കയറ്റി അവ താഴേക്ക് തള്ളിയിട്ട് ആനന്ദിക്കാറുള്ള നാറാണത്ത് ഭ്രാന്തൻ്റെ മറ്റൊരു വിനോദമായിരുന്നു വരിവരിയായി പോകുന്ന ഉറുമ്പുകളെ എണ്ണിത്തിട്ടപ്പെടുത്തൽ. ഒരു ദിവസം വരിയായി പോകുന്ന ഉറുമ്പുകളെ കണ്ടയുടൻ അദ്ദേഹം തൻ്റെ വിനോദമായ എണ്ണിത്തിട്ടപ്പെടുത്തൽ ആരംഭിച്ചു. വളരെ ശ്രദ്ധയോടെ നാറാണത്ത് ഭ്രാന്തൻ കട്ടുറുമ്പുകളുടെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വയറ്റുവേദനക്കാരനായ ഒരാൾ ആ വഴി വന്നു. വളരെ കാലമായി അനുഭവിച്ചു വരുന്ന വയറ്റുവേദന ശമിപ്പിക്കാൻ ചികിത്സയിലായിരുന്ന അയാൾ നാറാണത്തിൻ്റെ വിനോദം കണ്ട് കളിയായി ചോദിച്ചു, "ഇതുവരെ എത്രയായി?" മുഖമുറിയാത്താതെ തന്നെ ഉറുമ്പുകളെ എണ്ണിക്കൊണ്ടു തന്നെ നാറാണത്തു ഭ്രാന്തൻ മറുപടി നൽകി, "10,000 പോയി. ഇനി 10,000 കൂടി പോയാൽ മാത്രമേ സുഖമാകൂ." വയറ്റുവേദന ശമിപ്പിക്കാനുള്ള ചികിത്സയ്ക്കായി അന്നുവരെ അയാൾ 10,000 പണം ചെലവാക്കിയിരുന്നു. കൂടാതെ ഇനിയൊരു 10,000 കൂടി ചികിത്സയ്ക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ചിരുന്നു. അതുകൂടി ചെലവാക്കിയാലേ തൻ്റെ രോഗത്തിന് ശമനം ലഭിക്കൂ എന്നതാണ് നാറാണത്ത് ഭ്രാന്തൻ്റെ മറുപടിയിൽ നിന്നും ബുദ്ധിമാനായ അയാൾ മനസ്സിലാക്കി. വീട്ടിൽ തിരികെയെത്തിയ അയാൾ താൻ ശേഖരിച്ചു വെച്ചിരുന്ന 10,000 പണം ചികിത്സയ്ക്കും സത്കർമ്മങ്ങൾക്കുമായി വിനിയോഗിച്ചു. അതോടെ അയാളുടെ വയറ്റുവേദന അമ്പേ മാറിക്കിട്ടി. അങ്ങനെ സ്വന്തം അനുഭവത്തിലൂടെ അയാൾക്ക് നാറാണത്ത് ഭ്രാന്തൻ്റെ ദിവ്യത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞു.